കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 18 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി നൽകി, ചിലർ സ്നാപക യോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ പൂർവ്വ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം നൽകി, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിന് ശേഷം അവൻ അരുൾ ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷ ഭാഗത്തിൻ്റെ കാതലായ സന്ദേശം, നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ പോരാ, ക്രിസ്ത്യാനി ആകണം. പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ പോരാ, പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. യേശുവിനെ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കുള്ള അറിവുണ്ടാകണം. കർത്താവ് ശിഷ്യന്മാരോട് കൂടെ നടന്നവരാ, കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവരും കൂടെ നടന്നവരും പറയുന്നതൊക്കെ കേട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നവരാ. ഒരു കർത്താവ് അവരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുക? പടപടാന്ന് ആൻസേഴ്സ്. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, ഞാൻ ആരെന്നാണ് നീ പറയുക? ഓരോരുത്തരുടെയും നേരെ നോക്കി ചോദിക്കുകയാണ്, നീ പറയുന്നത്? നിശബ്ദതയായിരുന്നു അവിടെ. ആ നിശബ്ദത ഭേദിച്ചാണ് പത്രോസ് മുമ്പോട്ട് വന്ന് ഒരു കാര്യം പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ക്രിസ്തുവായ മിശിഹായാണ്. അതിന് മറുപടിയായിട്ട് യേശു തന്നെ പറഞ്ഞൊരു കാര്യം, നീ ഭാഗ്യവാൻ. കൂടെ നടന്ന എല്ലാവർക്കും ഈ ഭാഗ്യം ഉണ്ടായോ? കുർബാന അർപ്പിക്കാൻ പോകുന്ന എല്ലാവരും വിശുദ്ധ കുർബാനയിൽ വേണമെങ്കിൽ അച്ഛൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വെള്ള അപ്പം കണ്ടേക്കാം, പക്ഷെ അതിനകത്ത് ക്രിസ്തുവിനെ കാണാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ഇത് വെറുതെ ഒരു അപ്പക്കഷ്ണമല്ല, യേശു ക്രിസ്തുവാണ് എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ ദിവ്യകാരുണ്യം. അങ്ങനെ ചിന്തിച്ച് ആ ഒരു സ്നേഹത്തോടും തീഷ്ണതയോടും കൂടെ കുർബാന സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ദൃഢനിശ്ചയത്തോടെയാണ് കുർബാന കഴിഞ്ഞ് നമ്മൾ പോകാറുള്ളത്. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യം, ഹഗായി പ്രവാചകനോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, നീ പുതിയ ആലയത്തിൻ്റെ പണിക്ക് റെഡിയാവുക. ഇന്നിപ്പോൾ അത് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പുതിയത് നമുക്ക് പണിയണം. അവൻ ആജ്ഞ ഏറ്റെടുത്തു, അതുമായിട്ട് മുമ്പോട്ട് പോയി. അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ജനങ്ങൾ സഹകരിച്ചു. സഹകരിക്കാനുള്ള ഒരു റീസൺ ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്. ഈ ദൈവം പ്രവർത്തിക്കുന്ന എപ്പോഴാണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിച്ചാൽ പിന്നെ അവിടെ ഒന്നിനും ഒരു കുറവും വരത്തില്ല. കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ എല്ലാവരെയും ഒന്ന് കുലുക്കും. അപ്പോൾ ഇഷ്ടം പോലെ സ്വർണവും വെള്ളിയും ഇവിടെ വരും. ഇതില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ അവരെ കുലുക്കിയാൽ അവരിത് കൊണ്ടുവന്നിരിക്കും. ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ പ്രാർത്ഥിക്കണം. ശരിക്കും ഉണ്ടായൊരു സംഭവമാണ് അമേരിക്കയിൽ അറ്റ്ലാന്റയിൽ സെൻറ്റ് ലോറൻസ് പള്ളി. അത് ഒന്ന് പുതുക്കി പണിയണം. അച്ഛൻ അങ്ങനെ ഒരു പ്രചോദനം കിട്ടി. ആൾക്കാരോട് പറഞ്ഞു, പ്രധാനപ്പെട്ട കമ്മിറ്റി മെമ്പേഴ്സ്, അവർ പറഞ്ഞു നമുക്കത് ചെയ്യാം. അതുമായിട്ട് അതിന് തീരുമാനമെടുത്ത് അച്ഛനവിടെ അനൗൺസ് ചെയ്തു, നമുക്കിങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്ക് ധനസഹായം വേണം, നമുക്കിത് പുതുക്കി പണിയണം നമ്മുടെ ആലയം. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ അനൗൺസ് ചെയ്തു, മതി മതി, ഇനി ആരും കൊണ്ടുവരണ്ട, നമുക്ക് ആവശ്യത്തിന് പൈസയായി. അപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം അത് അമേരിക്കയിലൊക്കെയാണ് നടക്കും.
അമേരിക്കക്കാർക്ക് കാശല്ലേ ഉള്ളേ, നമുക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാനവിടെ ഒരിക്കൽ ധ്യാനിപ്പിക്കാൻ പോയപ്പം ഞാൻ കേട്ടൊരു കാര്യമാണ്. ഒരു അമേരിക്കൻ പള്ളി വെച്ചായിരുന്നു ഒരു ധ്യാനം. നമുക്ക് മലയാളികൾക്ക് അവിടെ പള്ളിയില്ലാഞ്ഞുകൊണ്ട് അവർ എന്ന് വികാരിച്ചനെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് കൺസെഷനൊക്കെ തരണം. വെച്ച് പറഞ്ഞു ഒരു കുഴപ്പമില്ല, 50% കൺസെഷൻ. ധ്യാനം നടന്നുകൊണ്ടിരുന്നപ്പം വികാരി അച്ഛൻ അതിൽ ചുമ്മാ ഒന്ന് വന്ന എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പാർക്കിംഗ് ലോട്ടിലേക്ക് നോക്കിയപ്പം എല്ലാം BMW കാറ്, ബെൻസ് കാറ്, അങ്ങനെയുള്ള വലിയ വലിയ കാറുകൾ. വികാരി അച്ഛൻ അവിടുത്തെ ഇത് ചുമതലയുള്ള ചില വ്യക്തികൾ, ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവരോട് ചോദിച്ചു, ഇതന്നെ ഇവിടെ നടക്കുന്നത്? ഇന്ത്യക്കാരുടെ ധ്യാനം അച്ഛാ, ഇന്ത്യക്കാരുടെ ധ്യാനം. അവരല്ലേ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ടവരാണ്, അവർക്ക് കൺസെഷൻ വേണമെന്ന്. ആ വണ്ടികളൊക്കെ ആരുടെയാന്ന് ചോദിച്ചു. അത് അവരുടെ തന്നെയാണ്. വണ്ടി എത്ര വലിയ വണ്ടി വാങ്ങിക്കാനും ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വീട് 1 മില്യൺ 2 മില്യൻ്റെ ഒക്കെ വീടുള്ളവരുണ്ട്. ഞാനവിടെ ഉള്ളപ്പോൾ എനിക്കറിയാം, ഈ സുനാമി വന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു സഹായം കൊടുക്കാൻ വേണ്ടി നമുക്ക് നിങ്ങൾ എല്ലാവരും കൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡ് കളക്ഷൻ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവിടെയുള്ള ഒരു കൂലിപ്പണിക്കാരൻ അവിടെ വരുന്ന ഒരു ഇത് അമേരിക്കക്കാരനൊന്നും അല്ല, മറ്റേ രാജ്യത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ദരിദ്ര കുടുംബം ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് അവരായിരുന്നു. അവർക്ക് മില്യൻ്റെ വീടൊന്നുമില്ല, അങ്ങനെ 10,000 മുടക്കി വാങ്ങിച്ച അല്ലെ ലക്ഷം മുടക്കി വാങ്ങിച്ച വാഹനമൊന്നുമില്ല, പക്ഷെ അവരാ കൊടുത്തത്. ശരിക്കും നമുക്ക് നമ്മുടെ മനസ്സ് വളർന്നാലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ദൈവം നമ്മെ കുലുക്കിയാലേ ഈ ഒരു കാര്യം സംഭവിക്കത്തുള്ളൂ. കുലുക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അതിലൂടെ നടക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. എനിക്കറിയാം, നമ്മുടെ മലയാളികളുടെ ചില കുടുംബങ്ങളിൽ അമേരിക്കയിൽ അവർ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് പള്ളിയിൽ പോയാൽ നേർച്ച പോലും ഇടാതെ കണ്ട് സമ്പാദിച്ചു വെച്ചു. സന്ധ്യയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാതെ 2ഉം 3ഉം ജോലി ചെയ്തു, ഇഷ്ടംപോലെ കാശുണ്ടാക്കി മക്കൾക്ക് വേണ്ടി. അവസാനം മക്കൾ ഈ മാതാപിതാക്കളോട് തിരിച്ചു പറഞ്ഞൊരു കാര്യം, ചങ്ക് പൊട്ടിക്കുന്ന കാര്യമാണ്. കീപ്പ് യുവർ മണി വിത്ത് യു. നിങ്ങളുടെ പൈസയൊക്കെ നിങ്ങളുടെ കൈവച്ചോ, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ പോകും, എനിക്ക് നിങ്ങളുടെ പൈസയും വേണ്ട, ഒന്നും വേണ്ട. ലോൺ എടുത്തിട്ടാണെങ്കിലും എനിക്ക് പഠിക്കാൻ പറ്റും, ഞാൻ എൻ്റേതായ രീതിയിൽ പോകും. സമ്പാദിച്ചിട്ട് എന്തുണ്ടായി? എന്നാൽ ദൈവം പറയുന്നത് കേട്ട് പ്രാർത്ഥനയിലൊക്കെ വിശ്വാസം അർപ്പിച്ച് ജീവിച്ച വ്യക്തികളുടെ ജീവിതത്തിലുണ്ടായ നേട്ടം ഇന്നും അമേരിക്കയിൽ ചെന്നാൽ കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്കെപ്പോഴും ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഇന്നത്തെ ആദ്യ വായന നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ദൈവം കൽപ്പിച്ചാൽ അത് ഏറ്റെടുത്ത് നിറവേറ്റാൻ മനസ്സുള്ള വ്യക്തികൾ ഉണ്ടാകണം. അതാണ് പ്രവാചകന്മാർ ചെയ്തത്. ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു, കർത്താവ് പറഞ്ഞ പോലെയൊക്കെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, പക്ഷെ അതിനവർ തയ്യാറായി. അവർ ഈ ഒരു മനസ്സോടെ ജനത്തെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ജനമെല്ലാം ഉദാരത കാട്ടിയത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പഴയതിനേക്കാൾ നല്ല പ്രൗഢിയോടെ ഒരു ആലയം ഇവിടെ ഉയർത്തപ്പെടും, അതിന് നീ മുമ്പോട്ട് പൊക്കോ, ഞാൻ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കും, പ്രവർത്തിക്കും എന്നുള്ളത് കർത്താവ് വാഗ്ദാനം ചെയ്ത ഒരു കാര്യമാണ്. ഇത് ശരിക്കും പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വാഗ്ദാനമാണ്. അങ്ങനെ ഒരു കാര്യത്തിന് മുമ്പോട്ട് വരാൻ വേണ്ട കൃപയും അനുഗ്രഹവും ഒക്കെ നമുക്ക് ലഭിക്കുവാൻ ദൈവത്തോട് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.